ഹലോ, 5ാം ക്ലാസ്സിൻ്റെ മാത്സ് ആനുവൽ എക്സാമിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. മലയാളം മീഡിയം ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ഇൻ ദ ഫോളോയിങ് റെക്റ്റാങ്കിൾ സം സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 cm ഈച്ച് ആർ അറേഞ്ച്ഡ്. ഹൗ മെനി സ്ക്വയേഴ്സ് വിത്ത് സൈഡ്സ് ഓഫ് 1 cm ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻസൈഡ് ദിസ് റെക്റ്റാങ്കിൾ? നമുക്ക് ഈ തന്നിട്ടുള്ള റെക്റ്റാങ്കിളിൽ ഇനി ടോട്ടൽ നമുക്ക് എത്ര സ്ക്വയേഴ്സ് കൊള്ളിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ഇതുപോലുള്ള എത്ര എണ്ണം നമുക്ക് കൊള്ളിക്കാൻ പറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് വരച്ചൊന്ന് നോക്കാം അല്ലേ. യെസ്, ഈ അതേ അളവിലായിരിക്കണം അല്ലേ. അതേ അളവിലൊന്ന് വരച്ചു കൊടുത്ത് നോക്കൂ. ഓക്കെ, ഇനി ഒന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5. ഓക്കെ, 5 റോയിൽ 5 എണ്ണം അല്ലേ. റോയിൽ 5 സ്ക്വയർ കൊള്ളിക്കാം. അതുപോലെ കോളത്തിലാവുമ്പോഴോ 1 2 3 4. കോളത്തിൽ 4 സ്ക്വയർ കൊള്ളിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ടോട്ടൽ എത്ര ഉണ്ടാവും? അപ്പം നമ്മൾ കോളം എഴുതണം. കോളത്തിൽ ഇൻ 1 കോളം 4 സ്ക്വയർ അല്ലേ. ഇനി 1 റോ ആകുമ്പോഴോ 1 റോ ഇൻ 1 റോ, ഒരു റോയിൽ നമുക്ക് 5 സ്ക്വയർ കൊള്ളിക്കാം അല്ലേ. യെസ്, 5 സ്ക്വയറും കൊള്ളിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ടോട്ടൽ എത്ര കൊള്ളിക്കാം? 4 × 5 20. യെസ്, അപ്പോൾ 20 സ്ക്വയേഴ്സ് നമുക്ക് ഈ റെക്റ്റാങ്കിളിനുള്ളിൽ കൊള്ളിക്കാം. ഓക്കെ ആണല്ലോ. യെസ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ? ഏരിയ എത്രയാണ്? 20 ആണല്ലേ. യെസ്, 20 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ഏരിയ. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദിസ് റെക്റ്റാങ്കിൾ? അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 5 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ 4 സെൻറ്റിമീറ്ററും അല്ലേ. യെസ്, 5 സെൻറ്റിമീറ്റർ ആൻഡ് 4 സെൻറ്റിമീറ്റർ. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദി റെക്റ്റാങ്കിൾ? ഇതിൻ്റെ പെരിമീറ്റർ കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 × 5 പ്ലസ് എന്താണ് 2 × 4. ഓക്കെ, അപ്പം 10 + 8 ടോട്ടൽ 18 കിട്ടും. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ 18 ആണ് കേട്ടോ. അപ്പോൾ 18 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ അതിൻ്റെ പെരിമീറ്റർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 2, ഫൈൻഡ് ദ റിമൈൻഡർ വെൻ ദ നമ്പർ 3624 ഈസ് ഡിവൈഡഡ് ബൈ ദ നമ്പേഴ്സ് ഗിവൻ ബിലോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കണം അല്ലേ. 10 5 2 4 100. ഈ സംഖ്യകൾ കൊണ്ടൊക്കെ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര റിമൈൻഡർ കിട്ടുന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞു തരാം. ആദ്യം 10നെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 കിട്ടും റിമൈൻഡർ. 5നെ കൊണ്ടാകുമ്പോഴും 4 കിട്ടും. 2നെ കൊണ്ടാകുമ്പോൾ 0 കിട്ടും റിമൈൻഡർ. 4 ആകുമ്പോഴും 0 കിട്ടും. അടുത്തത് 100 ആകുമ്പോൾ 24 കേട്ടോ. ഓക്കെ, ഒന്ന് ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം. ലാസ്റ്റ് വൺ ചെയ്യാം. ഇവിടെ നമ്മൾ 3624 ഇതിന് നമ്മൾ 100 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. ഓക്കെ, 100 വെച്ചിട്ട് അപ്പോൾ നമുക്കിവിടെ 3 കൊടുക്കാം അല്ലേ. 300s are 300. ബാലൻസ് ഇവിടെ 4 2 6 എഴുതും. പിന്നെ നമ്മളിവിടെ 6 എഴുതിയിട്ടുണ്ടെങ്കിൽ 600s are 600 അല്ലേ. അപ്പോൾ ബാലൻസ് എത്രയാണ്? 24. റിമൈൻഡർ ഇവിടെ 24 കിട്ടില്ലേ. യെസ്, സിമ്പിളാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യത്തേതിൽ 4 റിമൈൻഡർ വരും. സെക്കൻഡ് വൺ അഗെയിൻ 4. പിന്നെ തേർഡും ഫോർത്തും 0 റിമൈൻഡർ. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് 24. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ റെക്റ്റാങ്കിൾ വിത്ത് ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് പെരിമീറ്റർ 14 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിലിപ്പോൾ റെക്റ്റാങ്കിളാണ് ചോദിച്ചിട്ടുള്ളത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. മേ ബി മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് അതിൻ്റെ റെക്റ്റാങ്കിളുടെ ഏരിയ തന്നിട്ടുണ്ട്, പെരിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ ആ ഏരിയയും പെരിമീറ്ററും ഒന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ പെരിമീറ്ററിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വരയ്ക്കുന്ന നമുക്ക് ഒരു സ്ക്വയർ തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ നമ്മൾ വരയ്ക്കുന്ന സ്ക്വയറിൻ്റെ 2 സൈഡിലുള്ള മെഷർമെൻറ്റ്സിൻ്റെ സം ആയിരിക്കും ഈ പെരിമീറ്റർ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ പെരിമീറ്ററിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ.
14/2 എത്രയാ 7 കിട്ടും അല്ലേ? യെസ്. അപ്പോൾ ഈ 7 എന്ന് പറയുന്നത് ഇവർ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ഈ സ്ക്വയറിൻ്റെ 2 സൈഡ്സാണ്. ഈ 2 സൈഡ്സും കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? 7 കിട്ടുക. ഓക്കെ. അപ്പം നമുക്ക് അതുപോലെ തന്നെ ഏരിയ 12 എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ഏരിയ 12 ആണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ഈ 12 കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഇപ്പോൾ ഇത് എയും ബിയും ആണെന്ന് നിങ്ങൾ സപ്പോസ് വിചാരിക്കാം. ഈ എയും ബിയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. എയും ബിയും ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ ഏരിയ കിട്ടും, 12 കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും സംഖ്യകളുണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ? 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 7ഉം അത് തമ്മിൽ ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ 12ഉം കിട്ടും. അപ്പോൾ നമുക്ക് 4ഉം 3ഉം ഇട്ട് നോക്കൂ. 4ഉം 3ഉം ഇട്ടിട്ടുണ്ടെങ്കിൽ 4ഉം 3ഉം 7 അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ആകുമ്പോഴോ 4 × 3 12 അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് സംഖ്യകൾ കിട്ടിയില്ലേ? അപ്പോൾ എന്താണ്? നീളം അതിൻ്റെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്ററും അതിൻ്റെ ഹൈറ്റ് 3 സെൻറ്റിമീറ്ററുമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മെഷർമെൻറ്റ് കിട്ടിയല്ലോ. യെസ്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ 2 മെഷർമെൻറ്റും എടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? വരയ്ക്കാൻ കേട്ടോ. ഓക്കെ ആണല്ലോ? യെസ്. ഓക്കെ, ആക്ടിവിറ്റി 4 നോക്കാം. ഇഫ് 125 × 8 ഈസ് 1000, ദെൻ വാട്ട് ഈസ് 125 × 24? ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്കിത് ഡയറക്റ്റ് അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടുമെന്ന് അറിയാം അല്ലേ? പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ മറ്റൊരു രീതിയിലാണ് അവർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 125 × 8 = 1000 എന്ന് എഴുതുന്നു. പിന്നെ എന്താ വേണ്ടത്? ഇനി നമുക്ക് 24 ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം 125 × 8 ഈ 24 കിട്ടാൻ 8നോട് എന്ത് ഗുണിച്ചാൽ മതി? 3 ഗുണിച്ചിട്ടുണ്ടെങ്കിൽ 3 ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? 24 കിട്ടും അല്ലേ? 8 × 3 24. ഓക്കെ, അപ്പം നമ്മൾ 125 × 8 × 3 ചെയ്യും. അപ്പം നമുക്ക് 125 × 8 നമുക്ക് ഓൾറെഡി അറിയാം 1000 ആണ്. അപ്പം നമ്മൾ ആ 1000 എഴുതും. പിന്നീട് ബാലൻസ് ഉള്ളത് ഈ 3 ആണല്ലേ? അപ്പോൾ ഈ 3നെ ഇങ്ങോട്ട് എഴുതും. അപ്പം നമുക്ക് എത്ര കിട്ടി? 3000 കിട്ടി. ഓക്കെ ആണല്ലോ? ഈ 3000 ആണ് ഇവിടുത്തെ ഉത്തരം. ഇത് ഡയറക്റ്റ് ചെയ്താലും നമുക്ക് ഈ സെയിം ഉത്തരം തന്നെ 3000 തന്നെ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഇവിടെ വേണ്ട ഒരു വഴി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ ആണല്ലോ? ആദ്യം തന്നെ 125 × 8 ദാറ്റ് ഈസ് 1000 എഴുതും. പിന്നെ 125 × 8 × 8നോട് ഏത് നമ്പർ ഗുണിച്ചാലാണ് നമുക്ക് 24 കിട്ടാൻ നോക്കുക. അപ്പോൾ 3 ആണ്. അതുകൊണ്ട് നമ്മളവിടെ 3 ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ 125ഉം 8ഉം ഗുണിച്ചിട്ടുണ്ടെങ്കിൽ 1000 കിട്ടുമെന്നറിയാം. അങ്ങനെ 1000 × ബാലൻസ് 3 3000. ഓക്കെ, ഇനി ഇങ്ങനെയാണ് തൊട്ട് താഴെയുള്ളതും ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പം നമുക്ക് ഓൾറെഡി ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പോൾ ഇതാ ഇത് തന്നു. ഇനി നമ്മൾ ഇത് കാണണം. ഓക്കെ ആണല്ലോ? 900 / 15 കാണണം. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ 900 / 3 = 300 ആണെന്ന് എഴുതി വയ്ക്കുക അല്ലേ? യെസ്. നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങളൊരു നോട്ട് എടുത്ത് എഴുതാം കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഞാൻ എഴുതുമ്പോൾ തന്നെ കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് മനസ്സിലാക്കാം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് 900 / 15 അല്ലേ? അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ നേരത്തെ കിട്ടി 300 ഇല്ലേ? ആ 300 എന്ത് ചെയ്യണം? ആ 300 ഇവിടെ നമ്മൾ എഴുതണം അല്ലേ? 300 / ഇവിടെ 3 ഉണ്ട്. 3നോട് എന്ത് ഗുണിച്ചാലാണ്, ഏത് സംഖ്യ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 15 കിട്ടുക? 3 × 5 ചെയ്താലാണ് നമുക്ക് 15 കിട്ടുക അല്ലേ? അപ്പോൾ 300 / 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 60. ഓക്കെ, 60 മനസ്സിലായല്ലോ? ഈ 15നോട് എന്ത് ചേർത്താലാണ്? ഇത് അവിടെ നോക്കൂ. ഈ 15 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ 3 കണ്ടോ? ഈ 3നോട് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ 15 കിട്ടുക നോക്കാം.
അപ്പോൾ നമുക്കറിയാം 3 × 5 ആണ്, 3 × 5 ആണ് എന്ത് 15. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ ആൻസർ കണ്ടില്ലേ, ഈ ആൻസർ ഇൻറ്റു നമുക്ക് ഈ നമ്പർ ഈ 5ഉം കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ 60 ആൻസർ കിട്ടും. ഓക്കെ, ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള പരിപാടിയാണ്, നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ അറിയാം, പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ വേണം ഉത്തരം എഴുതാൻ കേട്ടോ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. 19 biscuits are to be distributed among 15 19 biscuits are to be distributed among 15 children. How many biscuits should be given to each child to ensure that the division is the same? ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ 90 ബിസ്ക്കറ്റ് ഉണ്ട്, അത് 15 കുട്ടികൾക്ക് കൊടുക്കണം അല്ലേ, ഈക്വലായിട്ട് 15 കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മളിനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും എത്ര ബിസ്ക്കറ്റ് കിട്ടും? ഓരോ കുട്ടികൾക്കും ലഭിക്കുന്ന ബിസ്ക്കറ്റ് നമുക്ക് നോക്കാം അല്ലേ. യെസ്, അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ 90 ÷ 15. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? 90 ÷ 15 ചെയ്തിട്ട് ഇനി ഡയറക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 6 ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ നേരത്തെ ചെയ്ത രീതിയിൽ ഇവിടെ ചെയ്ത് വെച്ചതുണ്ട് കണ്ടല്ലോ. അപ്പോൾ രണ്ടിൻ്റെയും ആൻസർ 6 തന്നെ കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5. ഇഫ് ദ ലെങ്ത് ഓഫ് എ ഡെസ്ക് ഈസ് 1 meter and 90 centimeters, റൈറ്റ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് ആസ് എ ഫ്രാക്ഷൻ. ഓക്കെ, ഫ്രാക്ഷനിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് എഴുതും? ലെങ്ത് ഓഫ് ഡെസ്ക് ഇൻ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് 90 centimeter ആണ് അല്ലേ. യെസ്, ഓക്കെ, അപ്പോൾ അത് എങ്ങനെ എഴുതും നമ്മൾ? 190/100 meter അല്ലേ. യെസ്, ഇതാണ് എൻ്റെ ആൻസർ കേട്ടോ. ഇത് 90 ആണ്. ഓക്കെ, ഓക്കെ, ബി എ ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ ലെങ്ത് ഓഫ് ദി ഡെസ്ക് ഇൻ മീറ്റേഴ്സ്. അപ്പോൾ അതെങ്ങനെ എഴുതും? 1.90 അല്ലേ. യെസ്, 1.90 ആണ് കേട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ലെങ്ത് ഓഫ് ദി ഡെസ്ക് ഇൻ സെൻറ്റിമീറ്റർ. അത് 190 ആണ് അല്ലേ. 190 centimeter. ഓക്കെ, ഇത് 1.90 ആണ് ഇവിടെ. ഓക്കെ, ഇത് 190 ÷ 100. ഓക്കെ ആണല്ലോ. ആക്ടിവിറ്റി 6 നോക്കാം. സം നമ്പേഴ്സ് ആർ മിസ്സിംഗ് ഇൻ ദ ലൈൻസ് വേർ ദ ഫാക്ടേഴ്സ് ഓഫ് ദി നമ്പേഴ്സ് റിട്ടേൺ. ഫിൽ ഇൻ ദ മിസ്സിംഗ് പാർട്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 420 തന്നിട്ടുണ്ട് അല്ലേ. 420 കിട്ടണമെന്നുണ്ടെങ്കിൽ 7 × 60 ചെയ്തിട്ടുണ്ടെങ്കിൽ 420 കിട്ടും. ആൻഡ് ഇനി തൊട്ട് താഴെ നമുക്ക് മറ്റൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ 7 × 6 അവിടെ ഒന്ന് മിസ്സായിട്ടുണ്ട്, അതെന്താണ്? 10 ആണ് കേട്ടോ. ഓക്കെ, തൊട്ട് താഴെ നോക്കൂ, അത് വേറൊരു സ്റ്റൈലിൽ എഴുതിയിട്ടുണ്ട്. 7 × ഇവിടെ നമുക്ക് 2 എഴുതി കൊടുക്കാം. 2 × 3 × 2 × 5 ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് 420 കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. 5 × 21 ആണ്. 5 × 21 ദാറ്റ് ഈസ് 105. 5 × 21 105. അപ്പോൾ 5 × 3 × നമുക്ക് എന്തെഴുതാം? 7 അല്ലേ. യെസ്, ഓക്കെ. നെക്സ്റ്റ് വൺ നോക്കൂ. വാട്ട് ഈസ് 420 ÷ 105? ദാറ്റ് ഈസ് 4. ഓക്കെ, ഇത് സിമ്പിൾ അല്ലേ. ഇങ്ങനത്തെ കണക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. യെസ്, ഓരോന്നിൻ്റെയും വ്യത്യസ്ത രീതികളാണ് ഇവിടെയൊക്കെ എഴുതിയത് കേട്ടോ. എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. 420 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ 2 രീതിയിൽ എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ. ദ ഗ്രാഫ് ബിലോ ഷോസ് ദ യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ബൈ എ ഹൗസ് ഹോൾഡ് ഓവർ എ 6 month പീരീഡ്. അപ്പോൾ ഒരു 6 മാസം ഉപയോഗിച്ച ഇലക്ട്രിസിറ്റിയുടെ കണക്കാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഒരു വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രിസിറ്റിയുടെ കണക്ക് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് നോക്കൂ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ഗ്രാഫിൽ നോക്കി വേണം അതിനൊക്കെ ആൻസർ കണ്ടുപിടിക്കാൻ. ഓക്കെ, എ ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ വിച്ച് മന്ത് വാസ് ദ മാക്സിമം ഇലക്ട്രിസിറ്റി യൂസ്ഡ്? ഇവിടെ നോക്കൂ, ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്നത് ആരാ? ഏപ്രിലാണ് അല്ലേ. അപ്പോൾ ഏപ്രിലാണ് ഏറ്റവും കൂടുതൽ
ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഏപ്രിൽ. അതാണ് എൻ്റെ ആൻസർ കേട്ടോ. അപ്പോൾ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് മന്ത് വാസ് ഇത് മിനിമം? അപ്പോൾ മിനിമം യൂസ് ചെയ്തത് ഏത് മാസത്തിലാണ്? ജൂൺ മാസത്തിലാണല്ലേ? യെസ്, ജൂൺ മാസം നോക്കൂ, ഏറ്റവും കുറവ് ജൂൺ മാസത്തിലാണ്. 50 യൂണിറ്റ്സ് ആണ് ജൂൺ മാസത്തിൽ ഉപയോഗിച്ചത്. ഓക്കെ, ഇവിടെ ദാ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 0, 50, 100, 150 ഇതൊക്കെ ഇലക്ട്രിസിറ്റിയുടെ അളവാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കുറവ് ജൂണിലും ഏറ്റവും കൂടുതൽ ഏപ്രിലും കേട്ടോ. സി ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് മന്ത്സ് ഡിഡ് ദ സെയിം എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഗെറ്റ് യൂസ്ഡ്? അപ്പോൾ ഇനി ഒരുപോലെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത മാസങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, ഒരേ അളവിൽ ഏത് മാസങ്ങളിലൊക്കെയാണ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുള്ളത്? കണ്ടില്ലേ, ഒരേ ഹൈറ്റ്. അപ്പോൾ ഒരേ അളവ് എന്താ 200 അല്ലേ? 200 അതിൻ്റെ അളവ്. അപ്പോൾ അത് മാർച്ചിലും അതുപോലെ തന്നെ മെയ്യിലും ആണല്ലേ? യെസ്, മാർച്ചിലും മെയ്യിലും ഒരേ അളവിലാണ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സെയിം എമൗണ്ട് ആണ് കേട്ടോ. ഡി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ഫെബ്രുവരി? ഫെബ്രുവരിയിൽ എത്രത്തോളം ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചത്. അപ്പം നമുക്കിവിടെ നോക്കാം. 150 ആണല്ലേ? ആ യൂണിറ്റ് എത്രയാണ്? 150 എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റിയാണ് ഫെബ്രുവരിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലോ? ഗ്രാഫ് എളുപ്പമല്ലേ? യെസ്. അപ്പോൾ അതുപോലൊരു ഗ്രാഫോ അതുപോലെ തന്നെ ബാർ ഡയഗ്രം ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക കേട്ടോ. അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ജനുവരി ആൻഡ് ജൂൺ? ഓക്കെ, ജനുവരിയിലും ജൂണിലും ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രിസിറ്റീൻ്റെ ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജനുവരിയിൽ 100 യൂണിറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ? എമൗണ്ട് 100 ആണ്. ജൂണിലാകുമ്പോൾ 50 ആണ്. അപ്പം 100 - 50 ചെയ്താൽ പോരെ? നമുക്ക് അതിൻ്റെ ഡിഫറൻസ് കണ്ടെത്തിക്കൂടെ? യെസ്, അപ്പോൾ 50 ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ. നന്നായിട്ട് ഇന്ന് പഠിക്കുക, എക്സാം എഴുതുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.